ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും അനാലിസിസും ഒക്കെ പങ്കുവെക്കുവാനുമായി നമ്മളോടൊപ്പം ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. യു എസ് വിപണി ഇന്നലെ വളരെ പോസിറ്റീവ് ടോണിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൗ ജോൺസ് സൂചിക 0.09% നേട്ടത്തിൽ 39,164.06 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കിലും 0.3% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ S&P 500 ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ച് താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ അല്ല, ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. അണ്ടർടോൺ ഇൻ ബോത്ത് ഇൻഡെക്സസ് കണ്ടിന്യൂ ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 39,500 പോയിന്റ്, സപ്പോർട്ടായിട്ട് 38,900 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ ആമസോണിൽ വീണ്ടും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 19,979. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ, കമോഡിറ്റി മാർക്കറ്റ് പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള 2 ദിവസത്തിലെ ഒരു ഇടിവിന് ശേഷം ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സ് 0.5% നേട്ടത്തിൽ 82.19 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ബ്രെൻഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 0.5% അടുത്ത നേട്ടത്തിൽ $85.64 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ട് ഒരു വിലയിരുത്തൽ എന്താണ്? Undertone continues to be very very bullish. WTI crude in the case $82 is the major resistance. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അതിനുശേഷം നമുക്ക് $2 മുതൽ $3 നേട്ടം ക്രൂഡിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. ക്രൂഡിന്റെ മേജർ സപ്പോർട്ട് കാണുന്നത് $79. സ്വർണത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം ഉണ്ടായിരുന്നതെങ്കിൽ അത് $2,310 ഇടിയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും നല്ലൊരു ബൈയിങ് ഇൻഡസ്ട്രി ഈ ഒരു മേഖലയിൽ കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ട്രോയ് ഓൺസിന് 2,333.75 എന്നൊരു നിലയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോൺ തന്നെയാണ്. എന്നിരുന്നാലും $2,330 മുകളിലേക്ക് എത്താൻ ഗോൾഡിന് ഇന്നത്തെ വ്യാപാരത്തിൽ സാധിച്ചിട്ടുണ്ട്. ഗോൾഡിൽ താങ്കൾ കാണുന്ന അല്ലെങ്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ ദ ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,290 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെന്നാൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ $2,360 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു ആഭ്യന്തര വിപണിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. തുടർച്ചയായിട്ടുള്ളൊരു 3ാമത്തെ ദിവസമാണ് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നത്. ഇന്നലത്തെ ഒരു വ്യാപാരം നോക്കുകയാണെങ്കിൽ മേജർ സൈക്കോളജിക്കൽ ലെവലായി കണക്കാക്കിയിരുന്ന 24,000 മറികടക്കുകയും ആ ഒരു നില സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസിംഗ് രേഖപ്പെടുത്താനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 24,044.5 എന്ന നിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 24,087.45 ഇന്നലത്തെ നമ്മുടെ ഇതേ ഷോയിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 24,000 ഇന്നലെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത ഇല്ല എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്നും അതേ ഒരു അഭിപ്രായം തന്നെയാണോ താങ്കൾക്ക്? ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അതോ വീണ്ടും ഒരു കുതിപ്പിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കുക? നമ്മൾ നിഫ്റ്റി 50യുടെ അണ്ടർടോൺ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിംഗിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന്. ഈവൻ ദോ മൊമെന്റം വളരെ ഇന്നലത്തെ പോലെ അത്രയും ശക്തിയായിട്ടുള്ള ഒരു മൊമെന്റം കാണണമെന്നും ഇല്ല.
യെസ്, ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും ഇന്നലെ ആദ്യമായിട്ട് 53,000 എന്നൊരു മാർക്ക് മറികടക്കാനായിട്ട് നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 53,180.75 നിഫ്റ്റി ബാങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 52,811.3 എന്ന നിലയിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ്. ഇത്രയും മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഓഹരികൾ പലതിലും വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? So Nifty Bank undertone again continues to be very bullish, but Nifty Bank banking index ന്റെ കേസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 51,500 പോയിന്റ്. ബാങ്കിങ് മേഖലയിൽ കാര്യമായിട്ട് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ലോ റിസ്ക് ആയിട്ട് അവസരം വളരെ കുറവായിട്ട് കാണുന്നത്. സോ പുതിയ ലോങ് പൊസിഷൻസ് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. സർ, ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിൽ തന്നെയും കൊട്ടക് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കൊട്ടക് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു ഓഹരി കൂടിയായിരുന്നു കൊട്ടക് ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ, ഈ ഒരു ആഴ്ചയിലെ വ്യാപാരത്തിൽ വളരെ ശക്തമായിട്ട് തിരിച്ചു കയറുന്ന ഈ ഒരു ബാങ്കിങ് ഓഹരിയാണ് കാണാൻ സാധിക്കുന്നത്. ഓഹരിനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 2% നേട്ടത്തിൽ 1,830 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊട്ടക് ബാങ്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കോട്ടക് ബാങ്ക് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് ഓൾ ദ ട്രെൻഡ്സ് ഹാവ് ടേൺഡ് ബുള്ളിഷ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. വരും സെഷൻസിൽ തീർച്ചയായിട്ടും ദർ വിൽ ബി പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് അതെല്ലാം ആ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം മൈ എക്സ്പെക്ടേഷൻ വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 1,900 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,960, അതിനുശേഷം 2,000 രൂപയിലും ആയിരിക്കും. സർ, ഒപ്പം തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിലേക്ക് തന്നെ തിരികെ വരികയാണ്. നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി ഒന്ന് പറയാമോ? നിഫ്റ്റി ഇൻഡെക്സിന്റെ കേസിൽ ഫ്രം കറന്റ് ലെവൽസ് ചുരുങ്ങിയത് ഒരു 200 മുതൽ 400 പോയിന്റിന്റെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ലെവൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് 24,400 പോയിന്റ് ആയിരിക്കും. സർ, ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഫിനോ പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. ഫിനോ പേയ്മെന്റ്സ് ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 300.45 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിപണിയിലേക്ക് എത്തിയിട്ട് അധികകാലമായിട്ടില്ല. ഏകദേശം ഒരു വർഷത്തിനടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ. ഇയർ ടു ഡേറ്റിൽ ഏകദേശം 15% നേട്ടം നൽകാൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ 12% നേട്ടവും നൽകിയിട്ടുണ്ട്. ഫിനോ പേയ്മെന്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ജൂൺ 4 251 രൂപയിൽ ഒരു ലോ ലെവൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് ഫിനോ പേയ്മെന്റിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. മൈ ടേക്ക് ഇസ് ദാറ്റ് ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടുണ്ട്. സോ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസ് അറൌണ്ട് 300 രൂപയിൽ തന്നെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 275 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ അപ്സൈഡ് റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 320 രൂപ, അതിനെ തുടർന്ന് 340 രൂപ. യെസ് സർ, ഒപ്പം തന്നെ ഫ്യൂഷൻ മൈക്രോ ഫൈനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 455.05 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 0.5%-ലധികം നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് 1 രേഖപ്പെടുത്തിയ 691 രൂപയാണ്. അതിനുശേഷം വളരെ ശക്തമായിട്ടൊരു കറക്ഷൻ ഈ ഒരു ഓഹരിയിൽ നമുക്ക് ഒരു 8-9 മാസത്തിലങ്ങളായിട്ട്, അല്ലെങ്കിൽ 8-9 പറയുക ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണുന്നുണ്ടോ?
ഫ്യൂഷന്റെ കേസ് എടുക്കുമ്പോഴേക്കും 2022 അവസാനത്തോടെയായിരുന്നു ഇതിന്റെ ലിസ്റ്റിംഗ് നടന്നത്. അതിനുശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ്. സോ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു കറക്റ്റീവ് ഫേസ് അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 415 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 485, അതിനെ തുടർന്ന് 500, അതിനെ തുടർന്ന് 535 ആയിരിക്കും. ഒപ്പം തന്നെ ഫെർട്ടിലൈസർ സെഗ്മെന്റിലേക്കാണ് വരുന്നത്. ഫെർട്ടിലൈസർ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ചമ്പൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ചമ്പൽ ഫെർട്ടിലൈസർ ഇന്നലെ 4% ഇടിഞ്ഞ് 498.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജൂൺ 21 മികച്ച ഒരു മുന്നേറ്റം, ജൂൺ 21, 22 ദിവസങ്ങളിൽ മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഫെർട്ടിലൈസറിൽ ചമ്പൽ മാത്രമല്ല, ഇത് ജനറലി എല്ലാ ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്സിനുള്ള ഒരു അഭിപ്രായമാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ വലിയൊരു മുന്നേറ്റമായിരുന്നു എല്ലാ ഫെർട്ടിലൈസർ സ്റ്റോക്സിലും കണ്ടത്. അതിൽ എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസേഴ്സിലായിരുന്നു ഔട്ട് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആ ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ചമ്പൽ, ദീപക് ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ FACT, രാഷ്ട്രീയ കെമിക്കൽസ്, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, പാരാദീപ് ഫോസ്ഫേറ്റ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തു വരുന്നുണ്ട്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസിൽ ഏറ്റവും സേഫ് ആയിട്ടൊരു ബൈങ് അവസരം ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് 450, 460 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ലോ റിസ്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ബട്ട് പ്യോർ ട്രേഡിങ്ങിന് വേണ്ടി ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 525. 525ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 540, അതിനുശേഷം 560. ഒപ്പം തന്നെ പാരാദീപ് ഫോസ്ഫേറ്റുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. പാരാദീപ് ഫോസ്ഫേറ്റിനെ സംബന്ധിച്ച് ഇന്നലെ 2% ഇടിഞ്ഞ് 82.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ ഇലക്ഷൻ റിസൾട്ടിനെ തുടർന്നൊക്കെ വലിയ തോതിൽ മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയാണ് പാരാദീപ് ഫോസ്ഫേറ്റ്. പാരാദീപ് ഫോസ്ഫേറ്റിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പരാദീപിൽ നമ്മളെ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഇന്നത്തെ ട്രേഡിംഗിൽ 87 രൂപ. 87ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 90 റുപ്പീസ്. എങ്കിലും നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിംഗ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് 75 മുതൽ 77 രൂപ, 78 രൂപ ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസിന് ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈ. ഒപ്പം തന്നെ ജുനിപ്പർ ഹോട്ടൽസ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ജുനിപ്പർ ഹോട്ടൽസ് വിപണിയിലേക്ക് എത്തിയിട്ട് അധികകാലമായിട്ടില്ല. മാർച്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഫെബ്രുവരി അവസാനത്തോടെയായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജുനിപ്പർ ഹോട്ടൽസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജുനിപ്പർ ലിസ്റ്റിംഗിന് ശേഷം ഒരു ബെയറിഷ് ടു സൈഡ് വേസ് ട്രെൻഡ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ അതിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ അവസാനത്തെ ഫേസിലോട്ട് എത്തിയിട്ടുണ്ടെന്നോ. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് ഫ്രം എ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ്. കറന്റ് ലെവൽസിൽ ഇറ്റ് ഈസ് അറൌണ്ട് 420. കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 405 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 460, അതിനെ തുടർന്ന് 480, അതിനെ തുടർന്ന് 500 രൂപ. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, സുമേഷ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് BHELമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. BHEL ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 298.2 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BHEL ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ കാണാൻ സാധിക്കുന്നത് 260 രൂപയിൽ.
ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഇപ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും 310 രൂപയുടെ മുകളിൽ ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ട്രേഡിംഗിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മൈ എക്സ്പെക്ടേഷൻ അടുത്ത കാലത്ത് കണ്ട മേജർ ഹൈ 320 രൂപ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ബിന്ദു സന്തോഷ് എന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ 0.5% ഇടിഞ്ഞ് 63.95 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IOBയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? So IOB, Punjab and Sindh Bank, Bank of Maharashtra, Central Bank, UCO Bank മുതലായ സ്മോൾ ക്യാപ്പ് പബ്ലിക് സെക്ടർ ബാങ്ക്സിലൊക്കെ ട്രെൻഡ് കഴിഞ്ഞ 3 മാസമായിട്ട് സൈഡ് വേസ് ആയിട്ടാണ് തുടരുന്നത്. യൂക്കോ ബാങ്ക് IOBയുടെ സ്പെസിഫിക് കേസിൽ 59 രൂപയിൽ മേജർ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 69 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 69ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് ഇസ് അറ്റ് 75. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിഞ്ഞ് 222.4 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So JTL വീണ്ടും is a small cap stock. ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നലെ ഇടിവായിരുന്നു എന്ന് ഞാൻ വിലയിരുത്തത്തില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 235 രൂപ. 235ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 245. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 260, അതിനുശേഷം 280 രൂപയിലും ആയിരിക്കും. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ MMTC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3% ഇടിഞ്ഞ് 79.12 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. MMTC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ MMTCയിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കമ്പനിക്ക് മികച്ച ഫൈനാൻഷ്യൽസ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു കമ്പനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനിയാണ് ഇത്. ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു കമ്പനി അടച്ചു പൂട്ടാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാറുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. നമുക്ക് ഈ സ്റ്റോക്കിൽ പ്യോർ സ്പെക്കുലേഷൻ, പ്യോർ ട്രേഡിങ്ങിനൊരു അവസരം നോക്കുകയാണെങ്കിൽ 75 മുതൽ 77 രൂപ ആ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക്. ബട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 84 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ അദാനി വിൽമറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അദാനി വിൽമർ ഇന്നലെ 0.33% ഇടിവിൽ 333.8 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ അദാനി വിൽമ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 318 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ കാണണമെങ്കിൽ 355 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റോക്സിൽ തങ്ങളൊരു ഓവറോൾ വ്യൂ എന്താണ്? സോ റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോൾ ഇർക്കോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് ഇർക്കോണിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. 285, 290 ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാലേ നമുക്ക് ഇർക്കോണിന്റെ കേസിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിക്കത്തുള്ളൂ. IRCTCയുടെ കേസിലും സെയിം പാറ്റേൺ. ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. IRCTCയുടെ കേസിൽ 1045 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 40 മുതൽ 60 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. RVNLന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 431 രൂപ 80 പൈസ.
മൈ എക്സ്പെക്ടേഷൻ വരും ദിവസങ്ങളിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. IRFCയുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 182 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 190, അതിനുശേഷം 200 രൂപയോ ആയിരിക്കും. സത്യജിത്ത് എന്ന പ്രേക്ഷകൻ ബൊറോസിൽ റീന്യൂവബിൾസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% ഇടിഞ്ഞ് 502.65 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? ബൊറോസിൽ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. എന്തെന്നാൽ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്നും ബ്രേക്ക് ഔട്ട് നമുക്ക് നൽകാൻ പോകുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ കറന്റ് ലെവൽസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 465 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 520, അതിനെ തുടർന്ന് 540, അതിനെ തുടർന്ന് 560. സന്തോഷ് എന്ന പ്രേക്ഷകൻ മൈസൂർ പെട്രോ കെമിക്കൽസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മൈസൂർ പെട്രോയുടെ ഓഹരികൾ ഇന്നലെ 0.5% നേട്ടത്തിൽ 174.5 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈസൂർ പെട്രോ കെമിക്കൽസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ മൈസൂർ പെട്രോകെമിക്കൽസിന്റെ ആദ്യത്തെ ഒരു പ്രോബ്ലം കാണുന്നത് ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇതിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഇല്ല. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ഫേസ് ചെയ്യാൻ പോകുന്നത് 182 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 190, അതിനുശേഷം 200, 210. നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 158 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മിഷ എന്ന പ്രേക്ഷകർ ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ ഇന്നലെ 1% ഉയർന്ന് 174.35 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? Tata Steel undertone is very much bullish. Long-term trend, short-term trend രണ്ടും bullish ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടെ നല്ലൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുമുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 170 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 178 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 185. അതിനുശേഷം അടുത്ത കാലത്ത് കണ്ട മേജർ ഹൈ 185. നിതിൻ ഷാജി എന്ന പ്രേക്ഷകൻ പോളിസി ബസാറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പോളിസി ബസാർ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.5% നേട്ടത്തിൽ 1383 രൂപ എന്നൊരു നിലയിലാണ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? Undertone in Policy Bazaar is very much bullish. Long-term and short-term trend രണ്ടും bullish ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവൽ വരെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ലോങ് ടേമിന് വേണ്ടി കറന്റ് ലെവൽസിൽ നമുക്ക് വീണ്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1240 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ ഏകദേശം 1% ഉയർന്ന് 3057.1 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇൻ റിലയൻസ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു അണ്ടർ പെർഫോമർ ആയിരുന്നു. എന്നാൽ ഇറ്റ് വാസ് ട്രെൻഡിങ് സൈഡ് വേസ്.
ഒത്തിരി മാസങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ 2-3 സെഷൻസിനിടെ നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്, ബിക്കോസ് കറന്റ് ലെവൽസിൽ നിന്നും ഒരു 10% നേട്ടം കൂടെ ഞാൻ റിലയൻസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, ഒപ്പം തന്നെ കണ്ണൻ എന്ന പ്രേക്ഷകൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിഞ്ഞ് 138.45 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി യൂണിയൻ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മൈ അഡ്വൈസ് ഇസ് സ്വിച്ച് ഓവർ. എന്തെന്നാൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പല സ്റ്റോക്സിലും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമുക്ക് പബ്ലിക് സെക്ടർ സ്റ്റോക്ക് തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ ഗുഡ് സ്വിച്ച് വിൽ ബി ഫ്രം യൂണിയൻ ബാങ്ക് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രത്നാകരൻ എന്ന പ്രേക്ഷകൻ കാൽപത്രു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കാൽപത്രു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.5% ഇടിഞ്ഞ് 1180.45 എന്നൊരു നിലയിലായിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കൽപ്പത്തറു പ്രോജക്ട്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു അല്പം വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1120 രൂപയിൽ ഒരു സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ്, മറ്റൊരു പ്രേക്ഷകൻ ബജാജ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദിനേശ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ബജാജ് ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഹെൽത്ത് കെയർ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് അഗെയിൻ ഇലക്ഷൻ സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ ഒരു മേജർ ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത് 260 രൂപയിൽ. അതിനുശേഷം നല്ലൊരു മുന്നേറ്റമായി ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 3 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 300 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളൊരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ 358 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. 358 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 370, അതിനെ തുടർന്ന് 390. സർ, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഒന്നിലധികം പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 40 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുക എന്ന് നമുക്ക് ഇപ്പൊ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ കഴിവതും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീണ്ടും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.